രാജൻ രാജൻ അറിഞ്ഞോ? ആ വർക്കിയും മകനും നിനക്കെതിരായി കോടതിയിൽ പോകുന്നു. സാർ വിഷമിക്കുന്ന? എന്റെ വിഷമം നിന്നെ കുറിച്ചാണ്. രാജൻ എന്റെ പേരുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണല്ലോ ഇത് ഏറ്റെടുത്തത്. അതുമൂലം നിനക്കൊരു അപകടം സംഭവിക്കുമ്പോ ഞാൻ കണ്ടു നിൽക്കില്ല. രാജൻ ഒരു കാര്യം ചെയ്യൂ, ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ട് തരൂ. എന്താണിത്? നമ്മൾ നിന്റെ പേർക്ക് എഴുതിയ സ്വത്ത് തിരിച്ചെഴുതൂ. ആരുടെ പേർക്ക്? എന്റെ പേർക്ക്. പെട്ടെന്ന് വേണോ? വേണം. രാജന് എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, നീ എനിക്ക് എന്റെ മകനെ പോലെയാണ്. മകൻ അച്ഛന് ദ്രോഹം ചെയ്യരുതല്ലോ. എന്ന് വെച്ചാൽ? ഞാൻ ഈ കടലാസിൽ ഒപ്പുവയ്ക്കില്ല. ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ? ഈ കാര്യത്തിലില്ല. എടാ, നിനക്കെന്റെ സ്വഭാവം അറിയാമല്ലോ. അറിയുന്നോണ്ടാണല്ലോ ഞാൻ നിങ്ങളെ അനുസരിക്കാത്തത്. രാജൻ, ബഹളം വെച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ എന്നെ കൊല്ലില്ല. ഈ സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. വഴിയിൽ കിടന്ന് ചാവാൻ വിടാതെ അവനെ വളർത്തിയെടുത്തവനാണ് ഞാൻ. അവൻ ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ വളർന്നുപോയി. ഇനി നശിപ്പിക്കുകയേ വഴിയുള്ളൂ. സണ്ണേ, രാജനോട് നമുക്കുള്ള പക പുറമേ അറിയണ്ട. നീ അവനെ ശ്രദ്ധിക്കണം. ആൻഡോ, മുതലാളി, നീ ഉടനെ ഗുണ്ടൂരിലേക്ക് പോകൂ. ശരി. പ്രകാശ് റാവുവിനെ കാണും. വെടിവെച്ച് കൊല്ലുകയല്ല, കെണി വെച്ച് പിടിക്കുകയാണ് എന്റെ ആവശ്യം. റാവുവിന്റെ സംഘത്തിൽ അതിന് പറ്റിയവർ കാണും. ഓ, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ വിവാഹം ഞാൻ നടത്തിത്തരാം, ആരെതിർത്താലും. എന്തോ എനിക്ക് ഭയം തോന്നുന്നു. സ്നേഹിച്ച പെണ്ണിനെ സ്വീകരിക്കാൻ നീയെങ്കിലും ധൈര്യം കാണിക്കും. നിനക്ക് വേണ്ടി വീടും കുടുംബം ഉപേക്ഷിച്ചു വന്ന അവളെ നീ അനാഥയാക്കരുത്. നീ ഒരു ഭീരുവാണ്. ചുണയില്ലാത്ത നീ എന്തിനവളെ സ്നേഹിച്ചു? എന്തിനൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു? അവനെ കുറ്റപ്പെടുത്തേണ്ട രാജൻ. എതിർപ്പ് എന്റേതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിവാഹത്തിന് ഞാനും സമ്മതിക്കുന്നു. ഇൻസ്പെക്ടർ, എന്റെ മകൾ അങ്ങനെ ഒരിടത്തും പോകുന്നവളല്ല. അതെ, വല്ല വിവരവും കിട്ടിയാൽ ഉടനെ അറിയിക്കുന്നു. മകളെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവൾ എവിടെയുണ്ടെന്ന് ഞാൻ പറയാം. പക്ഷെ അതിനു മുൻപ് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. എന്റെ മകളെവിടെ? എനിക്ക് മറ്റൊന്നും അറിയണ്ട. നിങ്ങളുടെ മകൾ റോസ്ലിൻ വിവാഹിതയാകാൻ പോകുന്നു. എന്റെ മകൾ? ഞാൻ അറിയാതെ? ഇല്ല, അത് നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ നിങ്ങളുടെ സമ്മതമില്ലാതെ തന്നെ അത് നടക്കും. എടാ, നീ ഇതിനു മുമ്പും പലവട്ടം എന്റെ മുമ്പ് വന്നിട്ടുണ്ട്. എന്നെ നേരിടാൻ പകയോടെ. ഇപ്പോഴും ഞാനാണ് വന്നിരിക്കുന്നത്. വരൻ ആരാണെന്നറിയണ്ടേ? ആ പാട്ടുകാരൻ ജോസ്. അവനോ? തന്ത ആരാണെന്ന് അറിയാൻ പാടില്ലാത്ത അവന് എന്റെ മോളെ കിട്ടാൻ എന്താണ് യോഗ്യത? തന്ത ആരാണെന്നറിയാത്തത് അവന്റെ കുറ്റമല്ല, ആ തന്തയുടെ നെറുകേടാണ്. മകന്റെ യോഗ്യതയാണ് അന്വേഷിക്കുന്നതെങ്കിൽ എങ്ങനെന്നോ വന്ന് അവൻ നിങ്ങളുടെ മകളെ ചതിച്ചില്ല. അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ അവളെ ഈ കഥയിൽ ഉപേക്ഷിച്ചിട്ട് പോയില്ല. ആ നിലയ്ക്ക് അവൻ നിങ്ങളെക്കാൾ യോഗ്യനാണ്. എന്ത് പറഞ്ഞ? എന്റെ മേൽ കൈവച്ചാൽ അതിന്റെ പാട് നിങ്ങളുടെ മകളുടെ ശരീരത്തിൽ കാണും. നീ എന്നെ നശിപ്പിച്ചു, എന്റെ കുടുംബം തകർത്തു. നീ എന്ത് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ ചെയ്ത തെറ്റ് മോള് പേടിക്കണ്ട.
ആരെതിർത്താലും ഈ കല്യാണം എന്റെ മോൻ രാജൻ നടത്തും. Shirley? No, you cheat. I never see your face again. ആരാ രാജാ അത്? അത് എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടി. സാർ, നിങ്ങളുടെ മകൾ കണ്ണൂരിലുണ്ട്. കണ്ണൂരോ? അതെ, രാജിന്റെ കണ്ണൂരിലെ വീട്ടിൽ. രാജന്റെ വീട്ടിലോ? കണ്ണൂർ? വരൂ. ഇത് രാജന്റെ വീടല്ലേ? അതെ, മകളെ അന്വേഷിച്ചു വന്നതായിരിക്കും. അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ അവർ കൊല്ലത്തേക്ക് പോയി. അനുഗ്രഹം? അതെ, അവളുടെ കല്യാണം കഴിഞ്ഞു. മകളെ അന്വേഷിച്ചു വന്ന അച്ഛൻ അതിനു മുമ്പ് പിറന്ന മകനെ കുറിച്ച് ചോദിച്ചില്ലല്ലോ. ആരുടെ മകൻ? എന്റെ മകൻ, നമ്മുടെ മകൻ രാജൻ. രാജൻ? നിന്റെ? ഷെർലി, നീ എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ പറയുന്ന കേൾക്കൂ. റോസിനെ വിവാഹം കഴിച്ചത് പാട്ടുകാരൻ ജോസാണ്. ഞാനാണ് നടത്തിച്ചത്. ചേട്ടാ, അവരെ വഴക്ക് പറയരുത്. മോള്
രാജനെവിടെ? ഇവരിവിടെ ആക്കിയിട്ട് രാജ്യം പോയി. ഈ പ്രമാണം ചേട്ടനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്ത് പ്രമാണം? ലാസർ ഫിഷറീസ് കോർപ്പറേഷന്റെ എല്ലാ ഷെയറുകളും ചേട്ടന്റെ പേർക്ക് തിരിച്ചെഴുതിയ പ്രമാണം. അവൻ എന്റെ മകനാണ്. പാപ്പി, നീ അറിയില്ലേ കണ്ണൂരിലെ ദേവുട്ടി? അവളുടെ മകനാണ് രാജൻ. എന്റെ മകൻ. എനിക്കവനെ കാണണം. ഷലി, വരൂ. നീ രാജനാണെങ്കിൽ ഞാൻ രാജവെമ്പാലയാണ്. കൂടിയ വിഷമുള്ളവനാണ് നിങ്ങളെന്ന് എനിക്ക് നേരത്തെ അറിയാം. എന്നിട്ടും നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ? തെരുവിലെ അഴുക്കുചാലിൽ കിടന്ന് നിന്നെ എന്റെ ബംഗ്ലാവിൽ കയറ്റിയിരുത്തി സൽക്കരിച്ച എന്നെ ചതിക്കാൻ. അഴുക്കുചാലിൽ കിടന്ന് എന്നെ ബംഗ്ലാവിൽ എത്തിച്ചത് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ, അതോ എന്നെ നിങ്ങളുടെ ആയുധമാക്കാമെന്ന മോഹം കൊണ്ടാണോ? നിന്റെ സംശയം ഞാൻ മാറ്റിത്തരാം. ആൻഡോ, ഒപ്പിട. ഞാനിതിൽ ഒപ്പുവയ്ക്കില്ല. ഇല്ലേ? ഇല്ല. ഒപ്പുവയ്ക്കുന്ന മോഹം കൊണ്ടല്ല, കൈ കൊണ്ടാണ്. ആൻഡോ, അഴിച്ചുവിടും.
അവരെ തൊട്ടുപോകരുത്. കുര്യാക്കോസ് മുതലാളിയോ? ഇപ്പൊ വന്നത് നന്നായി. നിങ്ങളുടെ കൂടെ ശത്രുവാണിവൻ. ഇവന്റെ നാശം കാണാൻ നിങ്ങൾക്കും ആഗ്രഹം കാണും. ഇവന്റെ ശത്രുവല്ല, എന്റെ മകനാണ്. മകൻ? അതെ, എന്റെ മകൻ. വെടിയറാവേ. എന്റെ മകന്റെ ശരീരത്തിൽ നീ കൈവച്ചാൽ അവനെ പുറത്തേക്കെടുക്കൂ. പുറത്തേക്കെടുക്കാൻ.